ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു സ്ഥലം വരെ പോവാ അല്ലേ. നമ്മളെല്ലാ പെരുന്നാളും ഇപ്പോഴും പറയും എങ്ങടേലും പോകണമെന്ന്. അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാ. വലിയ സ്ഥലത്ത് കൊണ്ടല്ല, ഒരു ഡാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ പതുക്കെ പറയുന്നത് എന്താ, ചാമ്പ്ര അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പം നമുക്കിനി എന്തായാലും പോണ വിശേഷങ്ങളൊക്കെ കാണാം. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ആംബ്രൂനെ ഞാൻ റെഡി ആക്കിയിട്ടാട്ടോ ഉറക്കിയിരിക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകുമ്പോൾ കാണാം ഗൈസ്. സാപ്പി കൊണ്ടിരുന്നിട്ട് ഷൂറുണ്ട്. നമ്മുടെ കൂടെ ഇന്ന് ജോബിൻ ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ ബാക്കിൽ ഞാനും ഉമ്മ കുട്ടാപ്പുമാണ് ഇരിക്കണത്. ആംബ്രു ഉണ്ട്. ഞാൻ ആംബ്രു അവിടെ എത്തണ വരെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനെ ഉറക്കിയത്, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്. പക്ഷേ നമ്മൾ ബെഡിൽ നിന്ന് എടുത്തതും അവൻ നീറ്റു. പിന്നെ ഉറങ്ങിയൊന്നുമില്ല ഗൈസ്. പിന്നെ മൂപ്പരാൾ ഒരേ പൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ ഇതാ അങ്ങനെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് മൂപ്പരാൾ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പിടിച്ച് ഉറക്കാനൊക്കെ നോക്കി, പക്ഷേ ഉറങ്ങണില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ആവട്ടെ പറഞ്ഞിട്ട് മടിയിൽ ഇരുത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിമ്മിണി ഡാമിൻ്റെ അവിടെ ഏകദേശമൊക്കെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ പോണ വഴികൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല പച്ചപ്പായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നമുക്ക് റോട്ടിലൊക്കെ ഇറങ്ങി നിൽക്കാനൊക്കെ. അപ്പോൾ നമ്മളതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. പിന്നെ പോണ വഴിയിലും ഇതുപോലെ ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കലും കുറേ നേരം ഇങ്ങനെ നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും ഇങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നിൽക്കുക പറഞ്ഞിട്ട് പോയോണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിപ്പോഴും തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ അല്ലേ പോയിട്ടുള്ളൂ. ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയ പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സംഭവം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് സാപ്പി ഹെലിക്യാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഇത് ഞാൻ സാപ്പി പറപ്പിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത് നിന്നിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ആംബ്രൂവിനെ എടുത്തിട്ടുണ്ട്. ആംബ്രൂവിന് ആ സൗണ്ട് കേട്ടപ്പോൾ ഭയങ്കര പേടിയായിട്ടോ. എൻ്റെ മീത്തുനിന്ന് പോണില്ല. പിന്നെ ഇന്ന് എനിക്ക് രാവിലെ വർക്ക് ഉണ്ടായിരുന്നു. അതാണ് കേട്ടോ എൻ്റെ ഫേസിൽ ഇത്രയും ടയേർഡായിട്ട് തോന്നുന്നത്. കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. രാവിലെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാനും പറ്റിയില്ലല്ലോ. അപ്പോൾ അതാണ് ഫേസിൽ ഇങ്ങനെ ക്ഷീണം കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ ആംബ്രോന് ചെറുതായിട്ടൊരു എനർജി കുറയുന്നു. അതേപോലെ തന്നെ കേട്ടോ ശോകം പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഹെലിക്യാം പറപ്പിക്കണതൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവരും ഉമ്മയും ജോബിൻ ചേട്ടനും നമ്മളെല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. നല്ല രസം ഉണ്ടാവും നിൽക്കാനും. അങ്ങനെ ഇതാ നമ്മുടെ ഹെലിക്യാം പൊന്തിയിരിക്കുന്നു. ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അതിന്. ഇത് കേട്ടപ്പോൾ ആംബ്രൂവിന് പേടിയായി. അപ്പോൾ സാപ്പി ഹെലിക്യാമിലെടുത്ത കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും അത് കണ്ടുവരിക. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതിലെന്താ കാണുന്നു നോക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് വലിയ ക്ലിയർ ആയിട്ട് കാണാണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ സൈഡിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ സാപ്പിനെ വലിയ കാര്യത്തിൽ ശല്യപ്പെടുത്തുന്നില്ല. ഒരാൾ ഒരു പണി ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സാപ്പി എടുത്ത ആ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ കാണാം. സത്യം പറഞ്ഞാൽ ഹെലിക്യാം അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ ഉമ്മാടെയൊക്കെ നെഞ്ചിടിക്കാൻ തുടങ്ങിയിട്ടാണ്. കാരണം സംഭവം കാണാനില്ല. ഒരു മുട്ടുസൂചിയുടെ അത്രയ്ക്ക് പോലും സംഭവം കാണാനില്ല കേട്ടോ. ഞങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാപ്പി അത് സിമ്പിളായിട്ട് അങ്ങോട്ട് വിടലും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരലും ഒക്കെ ആയിട്ട് മൂപ്പരാൾ സിമ്പിളായിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പം നമുക്കിനി എന്തായാലും ഹെലിക്യാമിലെടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ.
കുറച്ച് നേരം ഹെലിക്കേമൊക്കെ പറപ്പിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് കയറുകയാണ് കേട്ടോ. അതാ ഈ വരുന്നത് നമ്മുടെ വണ്ടി തന്നെയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടാബുവിനെ അതിൽ പറഞ്ഞു വിട്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കാറിൽ കയറി നമ്മളിങ്ങനെ പോണ വഴിക്കൊക്കെ കുറേ പേര് വെള്ളത്തിലും അതുപോലെ സൈഡിലൊക്കെ നിൽക്കണതൊക്കെ കാണാം കേട്ടോ. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇനി ഇവിടെയൊക്കെ നിൽക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഡാമിൻ്റെ അങ്ങോട്ട് പോണത്. ഇനിയാണ് ഗൈസ് ട്വിസ്റ്റ്, നമുക്ക് ഡാമിൽ കയറാൻ പറ്റിയില്ല. നമ്മൾ ഡാമിൻ്റെ ഇതാ ഇവിടം വരെ മാത്രമാണ് കേട്ടോ വന്നുള്ളൂ. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. 3 മണി 3:30 ആകുമ്പോൾ ഡാം അടയ്ക്കിട്ടു. അപ്പോൾ എന്ത് ചെയ്യാനാണ്, നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അവിടെ നിന്ന് കുറേ പേര് കയറട്ടെ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ കയറ്റിയൊന്നും വിടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും നമ്മൾ കയ്യിൽ കാശ് വെക്കണം കേട്ടോ. അവിടെ ഗൂഗിൾ പേ ഒന്നും എടുക്കില്ല. അപ്പോൾ കുറേ പേര് ഐസ്ക്രീം വാങ്ങാൻ പറ്റാത്ത വിഷമത്തിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് പേര് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നതും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത്ര ദൂരം നമ്മൾ വന്നതല്ലേ. അപ്പോൾ ആമ്രൂന് ഇങ്ങനെ വെള്ളം പോണതൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും കാറിൽ കയറി കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ സാപ്പി ഇതാ വീണ്ടും വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ നിന്ന് കണ്ട് നമ്മൾ സംതൃപ്തി അടഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ഐസ്ക്രീം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്നാൽ ഈ മന്തി കഴിച്ച് നമുക്ക് വിശപ്പ് മാറ്റാൻ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആംബ്രു ഇതാ സാപ്പിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്താ സംഭവം നോക്കിയിട്ട്. പിന്നെ ഇന്നത്തെ മന്തി റൈസ് എനിക്ക് എന്താ വേവ് കുറവ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും ഞാൻ നോക്കിയില്ല, നന്നായി വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു കേട്ടോ. കാരണം കുറേ നേരം നമ്മൾ വണ്ടിയിൽ ഇരുന്നതല്ലേ. അപ്പോൾ ഒന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ആമ്പർ ഇങ്ങനെ നോക്കിയിട്ട് ഊതി ഊതി കുടിക്കാൻ പറയുകയാണ് കേട്ടോ സാപ്പിയുടെ അടുത്ത്. ഇന്നൊരു ശശിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നാളെ വേറൊരു സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ അത് നാളത്തെ വ്ളോഗിലുണ്ടാവും. അപ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും പോയി കിടക്കട്ടെ, നല്ല ടയേർഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നാളത്തെ വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.